Hello friends, Assalamu alaikum. അപ്പോൾ ഇന്ന് നമുക്കൊരു റെസിപ്പി കണ്ടാലോ. പപ്പായ മോരുകറി. പപ്പായനെ കൊണ്ട് നമുക്ക് അടിപൊളി മോരുകറി ഉണ്ടാക്കാം. ഈസി ആയിട്ട് ട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പപ്പായൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം കഴുകി നമ്മൾ കുക്കറിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ചേർത്ത് ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിക്കാം. ഞാനിവിടെ ഒരു വിസിലടുപ്പിക്കുന്നുള്ളൂ. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിട്ടത്. അല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുത്താലും മതി, സാധാ കുക്കറിലല്ലാണ്ട്. അപ്പോൾ ഞാൻ ഒരു വിസിൽ വേവിക്കാൻ അത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരയ്ക്കണം. ആവശ്യത്തിന് തേങ്ങ എടുക്കുക. അതിലോട്ട് ഞാനൊരിപ്പോൾ 5 ചുവന്നുള്ളിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ക്യുമിൻ സീഡ്സ് കേട്ടോ, അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി മാറ്റി വെക്കാം. അത് നമ്മൾ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പപ്പായ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി അത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് അതിലോട്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയും അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങൻ്റെ അരപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് നമ്മളിതെല്ലാം മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ ആവശ്യത്തിന് തൈരും ചേർക്കാം കേട്ടോ. ഞാൻ പുളിയില്ലാത്തതിനോണ്ട് ഒരു 3-4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇളക്കിയിട്ട് ഫ്ലെയിം ഓണാക്കി വെക്കുക. ഇതപ്പോൾ ഇങ്ങനെ തിളച്ച് വരില്ലേ, ഈ ഒരു പദം മതി. ഒരുപാട് തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ദാ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി ഇനി 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മളെ കറിയിൽ ഒഴിച്ച് കൊടുത്താൽ അടിപൊളി മോര് കറി റെഡി.